ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഈസി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒനിയൻ പിക്ക്. സവാള ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉലുവ. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. ഇനിയിപ്പോൾ നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. ഇനി അതേ പാനിലോട്ട് തന്നെ നമുക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 1 തുടം വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലോണം അച്ചാറിൽ ചേർക്കണം കേട്ടോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇളം ബ്രൗൺ നിറാവുന്നത് വരെ നമ്മളിതൊക്കെ വഴറ്റിയെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സവാളയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള 3 സവാള നേരിയതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി സവാള നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് സവാള നന്നായി വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയി വരണം സവാള. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ചേർത്തിട്ട് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ചീത്തയാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 4 ടേബിൾ സ്പൂണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും നമ്മുടെ അച്ചാറിന്, അതുകൊണ്ടാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ തന്നെ എടുത്തത്. ഇപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും, അതുപോലെ കരിഞ്ഞൊക്കെ പോവാൻ സാധ്യത ഉണ്ട്. പിന്നെ ഞാനിതിൽ അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ സവാള അച്ചാറൊക്കെ ഉണ്ടാക്കി അവിടെ തീർന്നു പോവാറുണ്ട്, അതുകൊണ്ട് അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അച്ചാറിൽ ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് അച്ചാറും പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു ഫ്ലേവർ കിട്ടും അച്ചാറിന്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർക്കാം. അപ്പോൾ ഈ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇപ്പോൾ ഇവിടെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണം. തിളപ്പിച്ചാറിയ വെള്ളം 1/4 കപ്പാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തിളച്ച വെള്ളം ചൂടോടുകൂടി വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുകയാണ്. കായത്തിൻ്റെ ഫ്ലേവർ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വിനാഗിരി ചേർക്കുകയാണ്. ഒരു 1/4 കപ്പ് വിനാഗിരി കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് വിനാഗിരി കറക്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാറിലേക്ക്. ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള സവാളയിലേക്കൊക്കെ ഒരു 1/2 കപ്പ് വിനാഗിരി ചേർക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അച്ചാർ ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ചാർ തണുത്തതിന് ശേഷം ചില്ല് ഭരണികളിലൊക്കെ ആക്കി സൂക്ഷിച്ചാൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്